നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ ഹിജ്രി പുതുവർഷ അവധി പ്രഖ്യാപിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. ഇതിനോടനുബന്ധിച്ച് ജൂൺ 26 വ്യാഴാഴ്ച പൊതു സ്വകാര്യ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടതിനെ തുടർന്ന് മേഖലയിൽ ഉടലെടുത്ത സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ കൂടുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. രാജ്യത്തെ വിദ്യാലയങ്ങളിലെ പഠനം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റി അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പ്രധാന റോഡുകൾ ഉപയോഗിക്കരുതെന്നും ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കിൻഡർ ഗാർഡനുകൾ, സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ പൊതു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യയനത്തിനായി ഡിജിറ്റൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പഠനം നടത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. യാത്രകൾ പരമാവധി പരിമിതപ്പെടുത്താനും പ്രധാന റോഡുകളിലൂടെയുള്ള സഞ്ചാരം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി ചുരുക്കാനും നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര ആവശ്യങ്ങൾക്കായി റോഡുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനുമാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓഫീസുകളിലെയും സർക്കാർ ഏജൻസികളിലെയും 70% വരെ ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ രീതി തുടരുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ പ്രാദേശിക പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ബഹ്റൈന്റെ അന്തരീക്ഷത്തിൽ റേഡിയേഷൻ അളവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് സുപ്രീം കൌൺസിൽ ഫോർ ദി എൻവയോൺമെന്റ് അറിയിച്ചു. റേഡിയേഷൻ സൂചികകളും അളവുകളും ട്രാക്ക് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട ദേശീയ അധികാരികളുമായി ഏകോപിപ്പിച്ച് പരിസ്ഥിതി നിരീക്ഷണ ശ്രമങ്ങൾ തുടരുകയാണ് എന്നും ഗൾഫ് സഹകരണ കൌൺസിലിന്റെ ജനറൽ സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള GCC എമർജൻസി മാനേജ്മെന്റ് സെന്ററുമായും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായും ബഹ്റൈൻ തുടർച്ചയായി ഏകോപിപ്പിക്കുന്നുവെന്നും അറിയിച്ചു. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രം വിവരങ്ങൾ തേടണമെന്നും സ്ഥിരീകരിക്കാൻ വിവരങ്ങളുടെ പ്രചരണം ഒഴിവാക്കണമെന്നും കൌൺസിൽ വ്യക്തമാക്കി. എല്ലാ ഗവർണറേറ്റുകളിലുമുള്ള നിരീക്ഷണ സ്റ്റേഷനുകൾ വഴി 24 മണിക്കൂറും രാജ്യത്തെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും കൌൺസിൽ അറിയിച്ചു. എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നും കൌൺസിൽ കൂട്ടിച്ചേർത്തു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. ജൂൺ 21 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ എംബസി സംഘടിപ്പിച്ച പരിപാടിയിൽ 500-ലധികം പേർ പങ്കെടുത്തു. ചടങ്ങിൽ ഏപ്രിൽ മാസത്തിൽ ദില്ലിയിൽ നടന്ന 2ാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ബഹ്റൈൻ യോഗാസന ടീമിനെ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ അന്താരാഷ്ട്ര യോഗാ ദിനത്തെക്കുറിച്ചുള്ള ഹ്രസ്വ വീഡിയോ പ്രദർശനവും പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. തുടർന്ന് നിലവിൽ തുടരുന്ന പശ്ചിമേഷ്യയിലെ പ്രാദേശിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ബഹ്റൈൻ നാഷണൽ സിവിൽ പ്രൊട്ടക്ഷൻ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്ത നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോകളും പ്രദർശിപ്പിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ ജനത NCPP-യിലെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അംബാസഡർ തന്റെ പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു. ബഹ്റൈനിലുടനീളം വിവിധ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അസോസിയേഷനുകളും സ്കൂളുകളും യോഗയുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികളും സംരംഭങ്ങളും സംഘടിപ്പിച്ചിരുന്നു. യോഗ ദിനാചരണങ്ങൾ വൻ വിജയമാക്കി തീർത്ത വിവിധ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടനകൾ, സ്കൂളുകൾ, ഇന്ത്യയിലെയും ബഹ്റൈനിലെയും യോഗാ പ്രേമികൾ എന്നിവർക്ക് എംബസി നന്ദി രേഖപ്പെടുത്തി.
10ാം തരം തുല്യത നേടിയ മലയാളം സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സായ നീലക്കുറിഞ്ഞിയുടെ ഈ വർഷത്തെ പരീക്ഷ ഇന്ന് ഞായറാഴ്ച ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കും. മലയാളം മിഷനു വേണ്ടി കേരള സംസ്ഥാന പരീക്ഷാ ഭവനാണ് പരീക്ഷ നടത്തുക. പരീക്ഷ നടക്കുന്ന ഏക വിദേശ രാജ്യം ബഹ്റൈനാണ്. പരീക്ഷാ ഭവന് നേരിട്ട് നിരീക്ഷിക്കാവുന്ന തരത്തിൽ നിരീക്ഷണ ക്യാമറകൾ ഉപയോഗിച്ചാണ് പരീക്ഷകൾ നടക്കുന്നതെന്നും പരീക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും മലയാളം മിഷൻ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് പി.വി. രാധാകൃഷ്ണപിള്ളയും സെക്രട്ടറി ബിജു എം സതീഷും അറിയിച്ചു. ബഹ്റൈനിലെ പ്രവാസി കലാപ്രവർത്തകർ അണിയിച്ചൊരുക്കിയ ദ റെഡ് ബലൂൺ ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം ജൂൺ 20 വെള്ളിയാഴ്ച ദാനാമാൾ എപ്പിക് സിനിമാസിൽ നടന്നു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് പി.വി. രാധാകൃഷ്ണപിള്ള, ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ PROയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത്, മാധ്യമപ്രവർത്തകൻ E.V. രാജീവൻ, ചലച്ചിത്ര പ്രവർത്തകരായ പ്രകാശ് വടകര, ജയാമേനോൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കുട്ടിസാറ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അണിയിച്ചൊരുക്കിയ ഈ ഷോർട്ട് ഫിലിം വികാസ് സൂരിയും ലിജൻ പോയിലും ചേർന്നാണ് സംവിധാനം ചെയ്തത്. സസ്പെൻസ് ത്രില്ലറായ ദ റെഡ് ബലൂൺ ബഹ്റൈനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ്. പ്രിയ ലിജനാണ് പ്രൊഡ്യൂസർ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷാജി പുതുക്കുടി, ഷംന വികാസ്, സാദിഖ്, കുട്ടിസാറ, ധനേഷ്, ജോസ്ന, ബിസ്റ്റിൻ, പ്രശോഭ്, സിംല, രമ്യ ബിനോജ്, ജെൻസൺ, ജെസ്സി, ദീപക് തണൽ, സൂര്യദേവ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഈ ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തവരെല്ലാം സിനിമാ ഫീൽഡിലുള്ളവരായതിനാൽ നല്ല പ്രതികരണം തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ പ്രദർശനം വൻ വിജയമായതിനാൽ ദ റെഡ് ബലൂൺ ജൂൺ 27 വെള്ളിയാഴ്ച വീണ്ടും ദാനാമാൾ എപ്പിക് സിനിമയിൽ പ്രദർശിപ്പിക്കും. വീണ്ടും ഒരു ഇടവേള. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ബഹ്റൈൻ AKCC യോഗ സെഷൻ സംഘടിപ്പിച്ചു. പ്രതിസന്ധികളെ അതിജീവിച്ച് ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനുള്ള വഴിയാണ് യോഗയെന്ന് സെഷൻ ഉദ്ഘാടനം ചെയ്ത് AKCC ഗ്ലോബൽ സെക്രട്ടറിയും ബഹ്റൈൻ പ്രസിഡന്റുമായ ചാൾസ് അലൂക്ക പറഞ്ഞു. ജീവൻ ചാക്കോ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് ജൻസൺ S. ബൈജു, ജലാൽ അൻസാരി, മാനവ് ഐസക്, ആരോൺ ഐഡൻ എന്നിവർ നേതൃത്വം നൽകി. ജോൺ ആലപ്പാട്ട് സ്വാഗതവും രതീഷ് സെബാസ്റ്റ്യൻ നന്ദിയും രേഖപ്പെടുത്തി. +2 പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉപരിപഠനം നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ എഡ്യു എക്സ്പോ സംഘടിപ്പിക്കുന്നു. വിദേശ യൂണിവേഴ്സിറ്റികളിലെ വിവിധ കോഴ്സുകൾ, അഡ്മിഷൻ രീതികൾ, ഫീസ് വിവരങ്ങൾ, വിസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഓൺലൈൻ ശില്പശാലയിൽ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലെ തുടർ പഠനങ്ങളുടെ അനന്ത സാധ്യതകളിലേക്ക് വെളിച്ചം നൽകുന്നതായിരിക്കും ശില്പശാലയെന്ന് സംഘാടകർ അറിയിച്ചു. UK, റഷ്യ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പഠന സാധ്യതകളെക്കുറിച്ച് പരിചയസമ്പന്നരുമായി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ജൂൺ 28 ശനിയാഴ്ച ബഹ്റൈൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ശില്പശാലയിൽ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ സംബന്ധിക്കുമെന്ന് ICF ഇന്റർനാഷണൽ നോളജ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഹമീദ് പരപ്പ അറിയിച്ചു. ISB at 75 ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സ്കൂളിനും ന്യൂ ഇന്ത്യൻ സ്കൂളിനും മികച്ച നേട്ടം. ഇന്റർ സ്കൂൾ അണ്ടർ-19 വിഭാഗത്തിൽ 10 മാച്ച് പോയിന്റുകളും 17.5 ബോർഡ് പോയിന്റുകളും നേടി ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ടീം C ചാമ്പ്യന്മാരായി. രണ്ടാം സ്ഥാനത്ത് ഏഷ്യൻ സ്കൂൾ ടീം F 8 മാച്ച് പോയിന്റുകളും 16 ബോർഡ് പോയിന്റുകളും നേടി. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ടീം F7 മാച്ച് പോയിന്റുകളും 12 ബോർഡ് പോയിന്റുകളും നേടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഇന്റർ സ്കൂൾ അണ്ടർ-12 ടീമിനത്തിൽ 9 മാച്ച് പോയിന്റുകളും 16 ഗെയിം പോയിന്റുകളും നേടി ന്യൂ ഇന്ത്യൻ സ്കൂൾ ടീം B കിരീടം നേടി. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ ടീം B 9 മാച്ച് പോയിന്റുകളും 14 ഗെയിം പോയിന്റുകളും നേടി രണ്ടാം സ്ഥാനം നേടി. ന്യൂ മില്ലേനിയം സ്കൂൾ ടീം C മൂന്നാം സ്ഥാനം നേടി. ഓപ്പൺ ടൂർണമെന്റിലെ അണ്ടർ-15 റാപ്പിഡ് വിഭാഗത്തിൽ ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച് 6.5 പോയിന്റുമായി ധൻസിക നാസികേതൻ കിരീടം നേടി.
മുഹമ്മദ് യാസിർ നജീമും എ ഹഡ്സനും രണ്ടാം സ്ഥാനത്തെത്തി. ഓപ്പൺ റാപ്പിഡ് സെഷനിലെ സീനിയർ വിഭാഗത്തിൽ പൃഥ്വിരാജ് പ്രജീഷ് 7 പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടി. മുഖ്യാതിഥി ബഹ്റൈൻ ചെസ് ഫെഡറേഷൻ പ്രസിഡന്റ് അൻവർ ഇബ്രാഹിം അഹമ്മദി ട്രോഫി സമ്മാനിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി, ISB പ്ലാറ്റിനം ജൂബിലി ജനറൽ കൺവീനർ പ്രിൻസസ് നടരാജൻ, സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ്, അർജുൻ ചെസ് അക്കാദമി CEO അർജുൻ കക്കാടത്ത്, ടൂർണമെന്റ് കൺവീനർ അനൂജ് മാത്യു, കോർഡിനേറ്റർ മുഹമ്മദ് ഫൈസൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശ്രീധർ ശിവായസ്, കമ്മ്യൂണിറ്റി നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. പ്രവാസി ഇന്ത്യക്കാരെ ആഗോളതലത്തിൽ നിയമപരമായി ശാക്തീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയായ പ്രവാസി ലീഗൽ സെല്ലിന്റെ കേരള ചാപ്റ്റർ പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രവാസി മീറ്റ് 2025 സംഘടിപ്പിക്കുന്നു. ജൂൺ 28 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1 മണി മുതൽ 6 മണി വരെ തിരുവനന്തപുരം സ്റ്റാച്യൂവിലെ YMCA KC ഈപ്പൻ ഹാളിലാണ് സംഗമം. പരിപാടി തിരുവനന്തപുരം പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് മേജർ ശശാങ്ക് ത്രിപാഠി ഉദ്ഘാടനം ചെയ്യും. PLC കേരള ചാപ്റ്റർ ചെയർമാനും മുൻ ജില്ലാ ജഡ്ജിയുമായ P മോഹനദാസ് അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ S. ഷംനാഥ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാൻ പ്രൊഫസർ S. ഇരുദയരാജൻ, നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ രശ്മി P, പ്രവാസി ക്ഷേമ ബോർഡ് ഫിനാൻസ് മാനേജർ ജയകുമാർ T എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. സുപ്രീംകോടതി അഭിഭാഷകനും PLC ഗ്ലോബൽ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം പ്രവാസി ലീഗൽ സെല്ലിന്റെ ലക്ഷ്യവും ദൌത്യവും വിശദീകരിക്കും. സാമൂഹ്യ പ്രവർത്തക ഷീബ രാമചന്ദ്രൻ, സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെന്റർ ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത്, നിംസ് മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ MS ഫൈസൽ ഖാൻ എന്നിവർ ആശംസകൾ നേരും. PLC രൂപീകരിച്ച 2009 മുതൽ 25 വരെയുള്ള പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ലഘുലേഖയുടെ പ്രകാശനം, PLC സൗദി ചാപ്റ്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് നടക്കുന്ന വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന പാനൽ ചർച്ചയിലും ഓപ്പൺ ഫോറത്തിലും പ്രവാസി മലയാളികൾ നേരിടുന്ന വെല്ലുവിളികളും നിയമപരിഹാരങ്ങളും, കോവിഡ് കാലത്ത് ആനുകൂല്യങ്ങൾ നൽകാതെ പിരിച്ചുവിട്ട തൊഴിലാളികളുടെ പരാതികൾ, വിദേശത്ത് സേവനാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ, നിയമപരമായ പരിഹാരങ്ങൾ എന്നിവ വിശകലനം ചെയ്യും. ചർച്ചയും ഓപ്പൺ ഫോറവും PLC ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം മോഡറേറ്റ് ചെയ്യും. പ്രവാസി ലീഗൽ സെൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് R. മുരളീധരൻ, ട്രഷറർ തൽഹത്ത് പൂവച്ചൽ, ഭരണസമിതി അംഗങ്ങളായ നിയാസ് പൂജപ്പുര, അനിൽകുമാർ, നന്ദകുമാർ, ബെന്നി പിരികിലാത്ത്, ജിഹാംഗീർ, ശ്രീകുമാർ, ബഷീർ ചെറുത്തല തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദി ആശങ്ക അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. സാധാരണ നിലയിലേക്ക് മടങ്ങണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി മോദി എക്സിലൂടെ അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മോദിയെ വിളിക്കുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 45 മിനിറ്റ് നേരമാണ് ഇരുവരും സംസാരിച്ചത്. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മേഖലയിൽ അടിയന്തരമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ വേണമെന്നാണ് മോദി ആവശ്യപ്പെട്ടത്. നിലവിലെ സാഹചര്യം വിശദമായി ചർച്ച ചെയ്തുവെന്നും മോദി എക്സിൽ കുറിച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക കൂടി പങ്കാളിയായതിനിടെയാണ് ഇരുവരും തമ്മിലുള്ള ചർച്ച.
ലോകത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 247 പേരെ തിരിച്ചറിഞ്ഞു. ഇതിനകം 232 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 8 പേരെ കൂടി തിരിച്ചറിയാൻ അവരുടെ കുടുംബാംഗങ്ങളോട് വീണ്ടും DNA സാമ്പിളുകൾ നൽകാനും നിർദ്ദേശമുണ്ട്. മലയാളിയായ രഞ്ജിതയുടെ കുടുംബവും ഇതിൽ ഉൾപ്പെടും. രഞ്ജിതയുടെ സഹോദരൻ രതീഷും അമ്മാവൻ ഉണ്ണികൃഷ്ണനും നടപടിക്രമങ്ങൾക്കായി അഹമ്മദാബാദിൽ എത്തിയിരുന്നു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത. സർക്കാർ ജോലിയിൽ പുനഃപ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾക്കായിട്ടായിരുന്നു ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലെത്തിയത്. ലണ്ടനിൽ തിരികെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത്. ഇതിനിടെയാണ് രഞ്ജിതയെ തേടി ദുരന്തമെത്തിയത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.